ഒരു പാത്രത്തിൽ മന്തി റൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒത്ത നടുക്ക് ഒരു കലം വെച്ചൊക്കെയാണ്. ആ കലം നല്ല ചൂടോടുകൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫോയിലൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മൂടി തുറന്നു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് കിട്ടുന്നത് രസം പോലത്തെ ദ്രാവകത്തിനകത്ത് നല്ല വെന്ത രീതിയിൽ കിടക്കുന്ന ബീഫിൻ്റെ വലിയ പോർഷനാണ് കേട്ടോ. ഇനി ഈ ഒരു ഫുഡ് എവിടെ കിട്ടുന്നു എന്നാണ് എന്നുള്ള ഒരു സംഭവം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇതൊരു ടൈപ്പ് ഓഫ് മന്തിയാണ്. ഇത് ഇന്ത്യൻ മന്തിയല്ല. പക്ഷേ ഞാനിത് കഴിച്ചത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യണത്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, ആ കലത്തിൽ ഈ സാധനം പ്രസൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അതിനകത്തൊരു നല്ല പുതുമ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയത്. ഈ സെയിം ആ ഒരു കറി പോർഷൻ ഉണ്ടല്ലോ, അത് അവരൊരു നോർമൽ പാത്രത്തിലാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വലിയ സ്വീകാര്യത ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. ഇനി ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രസത്തിൻ്റെ ആ ഒരു ഇത് പറഞ്ഞില്ലേ, ലൈക്ക് ഓൾമോസ്റ്റ് ഒരു രസം പോലത്തെ ഒരു ടേസ്റ്റ്. എന്നാൽ ആ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ ബീഫിൽ ഈ ഫ്ലേവർ നന്നായിട്ട് ഇൻഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു വിശദമായുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് ഒന്ന് ഫോളോ ചെയ്യുക.